ഞാൻ ജിസൈന. ഇന്ന് എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ആറ്റത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ആറ്റം. നമ്മളെല്ലാവരും ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതെ, നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒരുപാട് വസ്തുക്കളുണ്ട്. കല്ല്, മണ്ണ്, പാറ, പുഴ തുടങ്ങി ഒട്ടനവധി പദാർത്ഥങ്ങൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. ഇവയെല്ലാം, ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ തന്മാത്രകൾ കൊണ്ടാണ്. പിന്നീട് നമ്മൾ വീണ്ടും പഠിച്ചു, ഈ തന്മാത്രകളെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വിഭജിക്കാൻ കഴിയും. തന്മാത്രകളെ വിഭജിച്ച് നമുക്ക് കിട്ടുന്നതാണ് ആറ്റങ്ങൾ. അതായത് ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആറ്റമാണ് ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് എത്തിച്ചേർന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി ആറ്റമാണ് ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അറ്റോമിക സിദ്ധാന്തത്തിലൂടെയാണ് ആറ്റം എന്തെന്നും ആറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തെന്നുമെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അറ്റോമിക സിദ്ധാന്തത്തിൽ, ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ ആറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഈ അറ്റോമിക് തിയറി ഓർ അറ്റോമിക സിദ്ധാന്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 6 പ്രസ്താവനകളാണ്. ഓക്കെ, ഈ 6 പ്രസ്താവനകൾ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പം ഈ ആറ്റത്തിൻ്റെ ഘടന എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ആറ്റം എന്ന ആ ഒരു പേര് തന്നെ നമുക്ക് മുന്നിൽ ആദ്യമായി പറഞ്ഞു തന്ന വ്യക്തിയാണ് ആര്? ജോൺ ഡാൾട്ടൺ. ഓക്കെ, അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം സവിശേഷതകളാണ് ആറ്റത്തിനുള്ളത്, ആറ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം, അതൊക്കെയാണ് അദ്ദേഹം ഈ 6 പ്രസ്താവനകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ആ 6 പ്രസ്താവനകൾ എന്തെന്ന് നോക്കാം. ജോൺ ഡാൾട്ടൻ്റെ ഈ 6 പ്രസ്താവനകളിൽ ഒന്നാമത്തേതാണ്, ആറ്റം നിർമ്മിച്ചിരിക്കുന്നത്, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും, നമുക്ക് ചുറ്റുപാടിലുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണല്ലേ. അതുപോലെ തന്നെ ഈ ഒന്നാമത്തേത് പഠിച്ച അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ടാമത്തതും പറയാം. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത്? ആറ്റം. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അതിസൂക്ഷ്മ കണികയാണ് ഏത്? ആറ്റം. ഇനി നമുക്ക് 3rd പോയിന്റ് ഏതെന്ന് നോക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ അതെങ്ങനെയുള്ളതായിരിക്കും? ഒരേ സ്വഭാവമുള്ളതായിരിക്കും. അത് വലുപ്പമായിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, മറ്റെന്ത് സ്വഭാവമായിക്കോട്ടെ, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. ഇതെന്തെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു മൂലകത്തിൻ്റെ, ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ 2 ആറ്റങ്ങളാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഇവയുടെ ഇപ്പോൾ ഇതിൻ്റെ സൈസ്, ഇതാണ് ഇതിൻ്റെ സൈസ് എന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ മറ്റൊരു ആറ്റമല്ലേ ഇത്? അതിനും എന്തായിരിക്കും? ഇതേ മാസ് ആയിരിക്കും, ഇതേ സൈസ് ആയിരിക്കും. അപ്പം മാസ്, സൈസ്, എന്ത് സ്വഭാവമായിക്കോട്ടെ, ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ ഗുണങ്ങളും സ്വഭാവവും മാസും എല്ലാം തുല്യമായിരിക്കും. അപ്പോൾ വ്യത്യസ്ത മൂലകങ്ങളുടെ കാര്യങ്ങൾ എന്തായിരിക്കും? അതാണ് നമ്മൾ അടുത്ത പോയിന്റിൽ പറയുന്നത്.
അപ്പം നമ്മൾ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളല്ലേ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ വ്യത്യസ്ത മൂലക ആറ്റങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഒന്ന് നമുക്ക് നമ്മുടെ ഹൈഡ്രജനെ തന്നെ എടുക്കാം. ഇതാണ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ മാസ്. മറ്റൊരു ആറ്റം അയണോ സൾഫറോ ഏതായിക്കോട്ടെ, ഇതിൻ്റെ മാസ്. അപ്പം വ്യത്യസ്ത മൂലക ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സൈസ് ആയിരിക്കും, വ്യത്യസ്ത വലിപ്പമായിരിക്കും, വ്യത്യസ്ത മാസ് ആയിരിക്കും, വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ജോൺ ഡാൾട്ടൺ അദ്ദേഹത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന പോയിന്റുകളാണ്: ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമായിരിക്കും, വ്യത്യസ്ത മൂലക ആറ്റങ്ങൾക്കെല്ലാം വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ഇതാണ് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത്. ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാനും കഴിയുന്നതല്ല. അപ്പം നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു എല്ലാ മൂലക ആറ്റങ്ങൾ, ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവം, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്കെല്ലാം വ്യത്യസ്ത സ്വഭാവം. ഒരു പദാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മ കണികയാണ് ഏത്? ആറ്റം. ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനും കഴിയുന്നതല്ല, നശിപ്പിക്കാനും കഴിയുന്നതല്ല. ഇനി അടുത്ത പോയിന്റിൽ അദ്ദേഹം ആറാമത്തെ പോയിന്റായി അദ്ദേഹം പറയുന്നത് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ സംയോജിച്ച് വളരെ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നു. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ സംയോജിച്ച് വളരെ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് എന്ത് ഫോം ചെയ്യുന്നു? സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജൻ രണ്ട് വ്യത്യസ്ത മൂലക ആറ്റങ്ങളാണല്ലോ. ഈ രണ്ട് വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ വളരെ ലളിതമായ അനുപാതത്തിൽ, ഇവിടുത്തെ ലളിതമായ അനുപാതം നമ്മൾ പറയുന്നത് സിംപ്ലസ്റ്റ് റേഷ്യോ 2:1. ഓക്കെ, വളരെ ലളിതമായ അനുപാതത്തിൽ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഏത് അനുപാതത്തിലാണ്? 2:1 എന്ന അനുപാതത്തിൽ, വളരെ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് എന്ത് ഫോം ചെയ്യുന്നു? H2O എന്ന ജലതന്മാത്ര ഫോം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം നമുക്ക് ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള 6 പ്രസ്താവനകൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയാം. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. സെക്കൻഡ്, രാസപ്രവർത്തന വേളയിൽ നമുക്ക് ഒരാറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതായത് ആറ്റത്തെ നിർമ്മിക്കാൻ കഴിയുന്നതുമല്ല, നശിപ്പിക്കാൻ കഴിയുന്നതുമല്ല. തേർഡ് പോയിന്റ്, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. നെക്സ്റ്റ് പോയിന്റ്, ഒരു മൂലക ആറ്റത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം വലുപ്പം, സൈസ്, അതുപോലെ തന്നെ മാസ്, എല്ലാ ഗുണങ്ങളും തുല്യമായിരിക്കും. വ്യത്യസ്ത മൂലക ആറ്റങ്ങളുടെ ഗുണങ്ങളും മാസും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇനി ഒന്നോ രണ്ടോ അതിലധികമോ മൂലക ആറ്റങ്ങൾ സംയോജിച്ച് വളരെ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് എന്ത് ഫോം ചെയ്യുന്നു? സംയുക്തങ്ങൾ ഫോം ചെയ്യുന്നു. ഇതാണ് ജോൺ ഡാൾട്ടൺ അദ്ദേഹം 1807 എന്ന കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ ആറ്റത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാക്കി തന്ന 6 പ്രസ്താവനകൾ. ഈ 6 പ്രസ്താവനക്ക് അന്ന് ഇത്രയേറെ പ്രസക്തി നിലനിൽക്കാൻ കാരണമുണ്ട്. കാരണം നമുക്കറിയാം ഈ 1807 എന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അന്ന് യാതൊരുവിധ ഉപകരണങ്ങളൊന്നും കണ്ടെത്താത്ത ആ ഒരു കാലഘട്ടമാണ്. അപ്പം ഇത് തെറ്റാണെന്ന് വാദിക്കാൻ അന്നുള്ള മറ്റ് ശാസ്ത്രജ്ഞർക്കൊന്നും കഴിഞ്ഞതില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള ഈ ഒരു ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, അറ്റോമിക സിദ്ധാന്തം ഏകദേശം 100 വർഷങ്ങളോളം നിലനിന്നു. ഇനി നമുക്ക് പറയാൻ, ഇതിൻ്റെ കൂടെ പറയാവുന്ന മറ്റൊരു പോയിന്റാണ്, ജോൺ ഡാൾട്ടന് മറ്റൊരു അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തൊരു അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ആ ഒരു അസുഖത്തിന് നമ്മൾ എന്തു പേര് നൽകിയത്? ഡാൾട്ടനിസം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത്
അറ്റോമിക് സിദ്ധാന്തം, ജോൺ ഡാൾട്ടൺ നൽകിയ അറ്റോമിക് സിദ്ധാന്തത്തെക്കുറിച്ചാണ്. പിന്നീട് അതിനുശേഷം ഒരുപാട് ശാസ്ത്രജ്ഞർ ആറ്റത്തെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള മറ്റു ചില വസ്തുതകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായി ഇനി പഠിക്കാൻ നമ്മൾ പോകുന്നത് സർ ഹംഫ്രി ഡേവിയെ കുറിച്ചാണ്. അദ്ദേഹം ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് നടത്തിയത്. അതുപോലെ തന്നെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഫിസിക്സിൽ ചെയ്തു വന്നിട്ടുള്ള ഒരു പരീക്ഷണമാണ്, നമ്മൾ ഒരു ചെറിയ സ്കെയിലോ പെന്നോ നമ്മുടെ തലമുടിയിൽ ഉരസിയ ശേഷം അത് ചെറിയ പേപ്പർ കഷ്ണങ്ങൾക്ക് മുകളിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കൊണ്ടുവരുന്ന സമയത്ത് എന്താ കണ്ടത്? ആ പേപ്പർ കഷ്ണങ്ങൾ നമ്മൾ ഉരസിയ ഈ സ്കെയിലിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിച്ചു വരുന്നു. അപ്പം നമ്മൾ തലമുടിയിൽ നമ്മുടെ സ്കെയിലോ പേനയോ എന്തെങ്കിലും ഉരസിയ ശേഷം ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ചെറിയ പേപ്പർ കഷ്ണങ്ങളെ അത് ആകർഷിക്കാനുള്ള ഒരു പ്രവണത ആകർഷിച്ചു വരുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഇതിന് കാരണം? അപ്പം ഹംഫ്രി ഡേവി നടത്തിയ ഈ പരീക്ഷണത്തിലൂടെയാണ് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന് ഒരു മറുപടി ലഭിച്ചത്. അതായത് പദാർത്ഥങ്ങളിൽ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സാന്നിധ്യമുണ്ട്. ഒരു പദാർത്ഥത്തിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യമുണ്ട്. ഈ പോസിറ്റീവിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ് രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ആകർഷിക്കുന്നത്. അപ്പം ഇതിന് മറുപടി ആരാണ് നൽകിയത്? ഹംഫ്രി ഡേവിയാണ്. അപ്പം ഹംഫ്രി ഡേവി നൽകിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി വിടുന്നതുമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ് പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യം. ഇപ്പോൾ പദാർത്ഥങ്ങളിൽ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും സാന്നിധ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സയൻറ്റിസ്റ്റിനെ പരിചയപ്പെടാം. അപ്പോൾ ഹംഫ്രി ഡേവിയെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ആരാണ്? മൈക്കൽ ഫാരഡെ. എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ആര്? മൈക്കൽ ഫാരഡെ. കേട്ടിട്ടുണ്ടോ? ആരാണ് ഈ മൈക്കൽ ഫാരഡെ? യെസ്, നമ്മൾ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ. എന്താണ് ഇദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ? എന്താണ് നമുക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുതിയുടെ പിതാവ് എന്ന് നമ്മൾ മൈക്കൽ ഫാരഡെയെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? അതെ, വളരെ പ്രശസ്തമായ ഇലക്ട്രോളിസിസ് എന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? മൈക്കൽ ഫാരഡെ. അപ്പോൾ ഇലക്ട്രോളിസിസിനെ കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് മൈക്കൽ ഫാരഡെയാണ്. എന്താണ് ഇലക്ട്രോളിസിസ്? എന്താണ് ഇലക്ട്രോളിസിസ്? കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോളിസിസ് എന്ന ഒരു പ്രോസസ്സ്, വൈദ്യുത വിശ്ലേഷണം. എന്താണ് വൈദ്യുത വിശ്ലേഷണം? ഒരു ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിനെ ഘടകങ്ങളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിനെ ഘടകങ്ങളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് വൈദ്യുത വിശ്ലേഷണം. എന്താ ഇങ്ങനെ പറഞ്ഞാല്? ഇപ്പം നമ്മൾ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടാണ്. അപ്പം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് അതിലെ ഘടകങ്ങളായി മാറുക. ജലത്തിലെ ഘടകങ്ങൾ ഏതെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. അപ്പം നമ്മൾ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് അത് ഹൈഡ്രജനും ഓക്സിജനുമായി ഘടകങ്ങളായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോളിസിസ് കണ്ടെത്തിയതിലൂടെ തന്നെ ഇദ്ദേഹം ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം മൈക്കൽ ഫാരഡെയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഇലക്ട്രോളിസിസ് എന്ന ഒരു പ്രോസസ്സ് നമുക്ക് നൽകി. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് മീൻസ്
വൈദ്യുത വിശ്ലേഷണം. അതുപോലെ തന്നെ വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ആര് ആവിഷ്കരിച്ചിട്ടുണ്ട്? മൈക്കൽ ഫാരഡെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ജോൺ ഡാൾട്ടണിൽ നിന്ന് വന്നു, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം കുറെ കാലങ്ങൾ നിലനിന്നു. അത് കഴിഞ്ഞ് ഹംഫ്രി ഡേവി വന്നു. ഹംഫ്രി ഡേവിയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണ്? അദ്ദേഹമാണ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് വന്നതാണ് മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്താണ്? വൈദ്യുതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് മൈക്കൽ ഫാരഡെ. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം എന്ന ആ ഒരു പ്രോസസ്സ്, വൈദ്യുത വിശ്ലേഷണവുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്? മൈക്കൽ ഫാരഡെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രേ നമ്മള് കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഇതുവരെ നമ്മുടെ ആറ്റത്തിനേക്കാളും ചെറിയ കണങ്ങൾ ഉണ്ടെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആറ്റത്തേക്കാളും വളരെ ചെറിയ കണങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എല്ലാവരും ജെ തോംസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ് ജെ തോംസൺ? നമുക്ക് നോക്കാം. ജെ തോംസൺ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ജെ തോംസൺ. ജെ തോംസൺ നടത്തിയ പരീക്ഷണങ്ങൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്, ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ട്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ എന്തിന്റെ സാന്നിധ്യമുണ്ട്? അതെ, നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ട്. ഈ കണത്തിന് ഈ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ഈ ആൾക്ക് ഒരു മാസമുണ്ട്, ഊർജവുമുണ്ട്. ഇതാര് കണ്ടെത്തി? ജെ തോംസൺ കണ്ടെത്തി. അങ്ങനെയാണ് അദ്ദേഹം വളരെ നമുക്കേറെ പ്രശസ്തമായി ഇന്ന് നിലനിൽക്കുന്ന ഇലക്ട്രോൺ എന്ന ആ ഒരു കണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പൊ എന്താണ് ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നത്? ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ജെ തോംസൺ. ജെ തോംസൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഓടി വരേണ്ട ആ ഒരു കണം ഏതാണ്? ഇലക്ട്രോൺ. അപ്പൊ നമ്മുടെ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള ആ ഒരു കണം ഏതാണ്? അതെ, ഇലക്ട്രോൺ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പദാർത്ഥം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതാണ് പദാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പദാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനാൽ നിർമ്മിതമാണ്? യെസ്, അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള എന്തുകൊണ്ടാണ് ഒരു പദാർത്ഥം നിർമ്മിച്ചിട്ടുള്ളത്? തന്മാത്രകൾ കൊണ്ടാണ്. യെസ്, ഇത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ തന്മാത്രകളെക്കാളും അതിസൂക്ഷ്മ കണങ്ങളുണ്ട്. എന്താണത്? ആറ്റം. അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്ന് എത്തി നിൽക്കുകയാണ് അല്ലെ. ഒരു പദാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്മാത്രകളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ തന്മാത്രകൾ കൊണ്ടാണ്. നമ്മൾ വീണ്ടും പറഞ്ഞു, തന്മാത്രയെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വിഭജിക്കാൻ കഴിയും. തന്മാത്രയെ വിഭജിക്കുമ്പോൾ കിട്ടുന്ന അതിസൂക്ഷ്മ കണങ്ങളാണ് എന്ത്? ആറ്റം. ചുരുക്കി പറഞ്ഞ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങളായ എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. ഇതുവരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പൊ ആറ്റത്തെക്കാളും ചെറിയ കണങ്ങളുണ്ടോ? യെസ്, ആറ്റത്തെക്കാളും വളരെ ചെറിയ കണങ്ങളുണ്ട്. ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം? വിഭജിക്കാൻ കഴിയും എന്ന ആ ഒരു കണ്ടുപിടുത്തത്തിലേക്കാണ് നമ്മുടെ ജെ തോംസൺ എത്തി നിൽക്കുന്നത്. എന്താണ് നമ്മുടെ ആറ്റത്തെ വിഭജിച്ച് കിട്ടിയ ആദ്യത്തെ കണം? യെസ്, ആറ്റം വിഭജിച്ച് കിട്ടിയ നമ്മുടെ ആദ്യത്തെ കണമാണ് ഇലക്ട്രോൺ. യെസ്, എന്താണ്? ആറ്റം വിഭജിച്ച് കിട്ടിയിട്ടുള്ള കണമാണ് ഇലക്ട്രോൺ. എന്താണ് ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് നമ്മൾ പറഞ്ഞു? യെസ്, നെഗറ്റീവ് ചാർജ്. അപ്പം നമ്മൾ ഈ ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്നും വരുന്ന രശ്മികളിൽ എന്തിന്റെ സാന്നിധ്യമുണ്ട്? അതെ, നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ട്. ഈ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുള്ള ഈ കണത്തിന്
ഒരു മാസമുണ്ട്, ഊർജവുമുണ്ട്. അദ്ദേഹം ഈ കണത്തിന് നൽകിയ പേരാണ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. വിഭജിച്ച് കിട്ടുന്ന ആദ്യത്തെ ഒരു കണമാണേത്? ഇലക്ട്രോൺ. അപ്പോൾ ആളുകൾ, അന്നത്തെ സയന്റിസ്റ്റ് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? ചിന്തിക്കാൻ തുടങ്ങും. ആറ്റത്തെ നമുക്ക് വിഭജിച്ച് കിട്ടി, ആദ്യത്തെ ഒരു കണത്തെ നമ്മൾ മനസ്സിലാക്കി ഇലക്ട്രോൺ. ഇനി ഇതേപോലെ മറ്റു കണങ്ങളുണ്ടോ? യെസ്, വീണ്ടും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അടുത്ത സയന്റിസ്റ്റ് വന്നു. ആരാണ്? റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്, ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ വീണ്ടും ആറ്റത്തെക്കുറിച്ച് വീണ്ടും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ ആറ്റത്തെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരണങ്ങൾ നൽകാൻ പോവുകയാണ്. ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ പരീക്ഷണങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് അദ്ദേഹം നടത്തിയ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അദ്ദേഹം കണ്ടെത്തിയ ഈ നിഗമനങ്ങളെ കുറിച്ച് പറയാൻ കഴിയുന്നത്. അപ്പൊ വളരെ പ്രശസ്തമായ റൂദർഫോർഡിന്റെ വളരെ പ്രശസ്തമായ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, സ്വർണ്ണത്തകിട് ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണം. ഓക്കെ, അപ്പോൾ ചിത്രത്തിലെ നമ്മളെ സ്വർണ്ണത്തകിട് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന്റെ സോഴ്സിൽ നിന്ന് ആരെ പുറപ്പെടുവിച്ചു? ആൽഫ പാർട്ടിക്കിൾസിനെ വന്ന് ഒരു ഗോൾഡ് ഫോയിൽ വന്ന് ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഒരു സോഴ്സിൽ നിന്ന് ആൽഫ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണത്തെ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്വർണ്ണത്തകിടിൽ, ഈ ഗോൾഡ് ഫോയിൽ വന്ന് ഹിറ്റ് ചെയ്യിപ്പിച്ചു. അതിൽ നിന്നും പുറത്തു വരുന്ന രശ്മികൾ, ഗോൾഡ് ഫോയിൽ തട്ടിയതിനു ശേഷം പുറത്തു വരുന്ന രശ്മികളെ നമ്മൾ എങ്ങോട്ട് പതിപ്പിച്ചു? ഒരു വൃത്താകൃതിയിൽ പതിപ്പിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? പതിപ്പിച്ചു. അപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിൽ വന്ന് ഹിറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് പതിപ്പിച്ചു. അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ് പിന്നീട് വളരെ പ്രശസ്തമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു മുന്നറിയിപ്പ് ലഭിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം, ആറ്റത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ശൂന്യമാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യമാണ് ആറ്റത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും ശൂന്യമാണ്, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഭാഗങ്ങളും ശൂന്യമാണെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു അല്ലെ. പിന്നെ അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? ആറ്റത്തിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജിന്റെ ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രഭാഗത്തെ ഇദ്ദേഹം വിളിച്ച പേരാണ് എന്ത്? ന്യൂക്ലിയസ്. കേന്ദ്രഭാഗത്തെ വിളിച്ച പേരെന്താണ്? ന്യൂക്ലിയസ്. അപ്പൊ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ഇത് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ആറ്റത്തിന് ഒരു കേന്ദ്രഭാഗമുണ്ട്, പോസിറ്റീവ് ചാർജിന്റെ ഒരു കേന്ദ്രഭാഗമുണ്ട്. ഈ കേന്ദ്രഭാഗത്തെ നമ്മൾ എന്തു പറഞ്ഞു? ന്യൂക്ലിയസ്. നെക്സ്റ്റ് അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് ചാർജിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പോസിറ്റീവ് ചാർജിന്റെ പേരാണ് പ്രോട്ടോൺ. അപ്പൊ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രമാണ് കേട്ടോ ന്യൂക്ലിയസ്. ആ കേന്ദ്രഭാഗത്തെ നമ്മൾ എന്തു പേര് പറയുന്നു? ന്യൂക്ലിയസ് എന്ന പേരിൽ പറയുന്നു. ആ കേന്ദ്രഭാഗത്തുള്ള പോസിറ്റീവ് ചാർജുള്ള ആ കണത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടോൺ. ഓക്കെ, പ്രോട്ടോൺ. അപ്പോൾ നേരത്തെ നമ്മൾ ജെ തോംസൺ കണ്ടെത്തിയ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുള്ള ആ കണം ഏതായിരുന്നു? യെസ്, ഇലക്ട്രോൺ. അതുപോലെ തന്നെ നമ്മുടെ റൂദർഫോർഡ് കണ്ടെത്തിയ ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം നമുക്ക് കണ്ടെത്തി തന്നു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന്റെ ഒരു കണമുണ്ട്. ആ കണത്തിന്റെ പേരാണ് ഇത്? പ്രോട്ടോൺ. ഇപ്പൊ നമുക്ക് രണ്ട് കണങ്ങളാണ് ഒരാറ്റം വിഭജിച്ചാൽ കിട്ടുന്ന രണ്ട് കണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കണം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ആണ്. രണ്ടാമത്തെ കണാണ് പ്രോട്ടോൺ. ഇതിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി വീണ്ടും പരീക്ഷണങ്ങൾ നടക്കുമല്ലോ. ഇതേപോലെ വീണ്ടും പരീക്ഷണങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി അടുത്ത സയന്റിസ്റ്റ് രംഗത്തേക്ക് വന്നു. ആ സയന്റിസ്റ്റ് ആണ് ഏത്? നമ്മുടെ ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അപ്പൊ ആരാണ് ഇനി അടുത്ത രംഗത്തേക്ക് വരുന്നത്? ജെയിംസ് ചാഡ്വിക്. വളരെ പ്രശസ്തനായ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ചാഡ്വിക് ആണ് ഇനി രംഗത്തേക്ക് വരുന്നത്. ജെയിംസ്
ചാഡ്വിക്. ഇപ്പൊ 2 കണങ്ങളാണ് ഇതുവരെ നമുക്ക് മുന്നിലുള്ളത്. ഒരു ആറ്റം വിഭജിച്ചാൽ കിട്ടുന്ന 2 കണങ്ങളാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ ഉള്ളത്. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. വീണ്ടും നമ്മുടെ ഈ ജെയിംസ് ചാഡ്വിക് പരീക്ഷണങ്ങൾ നടത്തി ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത ഒരു കണം കൂടെ ഉണ്ടെന്ന് കണ്ടെത്തി. ആറ്റത്തിൽ എന്തുണ്ട്? ചാർജ് ഇല്ലാത്ത ഒരു കണം ഉണ്ട്. ആ കണത്തിന് അദ്ദേഹം നൽകിയ പേരാണെന്ത്? ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത ആ ഒരു കണത്തിന് അദ്ദേഹം നൽകിയ പേരാണ് ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ ന്യൂട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ ജെയിംസ് ചാഡ്വിക്. ഈ ന്യൂട്രോണിന്റെ മാസ് അദ്ദേഹം പറഞ്ഞു ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. അപ്പൊ നമ്മുടെ 3 കാര്യങ്ങൾ ഇപ്പൊ ജെയിംസ് ചാഡ്വിക് കൂടെ പറഞ്ഞതുകൂടെ നമുക്ക് ആറ്റത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയായി. എന്താണ്? ആറ്റത്തെ നമുക്ക് വിഭജിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന 3 കണങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ കണങ്ങൾ? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത്? പ്രോട്ടോൺ. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ. നമുക്കൊന്ന് ജസ്റ്റ് മേലോട്ട് പോയി നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട് ആറ്റം. ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജുള്ള കണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ്? ഇലക്ട്രോൺ. ഇതുപോലെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു കണമുണ്ട്. അതേതായിരുന്നു? ആ കണമാണ് പ്രോട്ടോൺ. ഇനി ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത ഒരു കണം കൂടെ ഉണ്ട്. ആ കണത്തിന്റെ പേരെന്താണ്? ന്യൂട്രോൺ. ഇപ്പൊ നമുക്ക് ആറ്റത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയായല്ലോ. ആറ്റത്തിലെ 3 കണങ്ങളായി പോസിറ്റീവ് ചാർജ് ഉള്ളതും നെഗറ്റീവ് ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതുമായ 3 കണങ്ങളെ കുറിച്ച് 3 സയന്റിസ്റ്റുമാരെ നമുക്ക് വ്യക്തമായ ധാരണ നൽകി. ആരാണ് ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഇലക്ട്രോൺ എന്ന കണത്തെ കണ്ടെത്തിയ സയന്റിസ്റ്റ്? യെസ്, ജെ തോംസൺ. സെക്കൻഡ്, റൂദർഫോർഡ് എന്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്? യെസ്, പ്രോട്ടോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? റൂദർഫോർഡ്. ജെയിംസ് ചാഡ്വിക് എന്താ കണ്ടെത്തിയത്? അതെ, ന്യൂട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ആര്? ജെയിംസ് ചാഡ്വിക്. അപ്പൊ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആറ്റത്തിൽ 3 കണങ്ങളുണ്ട്. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഇലക്ട്രോണിന്റെയും സവിശേഷതകൾ എന്തെല്ലാം. ഓക്കെ, എന്താ നമ്മൾ പറയാൻ പോകുന്നത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം? ഒന്നുകൂടെ ജസ്റ്റ് പോയിന്റ്സ് ആക്കി പറയാം. അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. എക്സാമിന് വളരെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയുടെ സവിശേഷതകൾ. പോകുന്നതല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നാമത് ഇലക്ട്രോൺ. നിങ്ങൾ തന്നെ പറയാട്ടോ. ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്താ? ഇലക്ട്രോണിന്റെ ചാർജ്? യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ് ആർക്കുള്ളത്? ഇലക്ട്രോണിനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇതിന്റെ മാസ് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ചാർജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ചാർജ് ആണ്. ഇനി ഇതിന്റെ മാസ് എന്തായിരിക്കും? വളരെ കുറവാണ്. നമ്മുടെ ഇലക്ട്രോണിന്റെ മാസ് എന്താണ്? വളരെ കുറവാണ്. അപ്പൊ മാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മാസ് വളരെ കുറവ്. മാസ് എന്താണ്? വളരെ കുറവ്. അപ്പൊ ചാർജിന്റെ കാര്യമായി, മാസിന്റെ കാര്യമായി. ഇനി ഇത് എവിടെ കാണപ്പെടുന്നു? അപ്പൊ അദ്ദേഹം ഇതിനും വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്, അകത്തല്ല. ന്യൂക്ലിയസിന് പുറത്ത്. ഇപ്പൊ എവിടെയാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന് പുറത്ത്. ഇപ്പൊ ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്ന കണമാണ് ഏത്? ഇലക്ട്രോൺ. ഐഡിയ കിട്ടിയോ? ഇപ്പൊ ഇലക്ട്രോണിന്റെ 3 കാര്യങ്ങൾ: നെഗറ്റീവ് ചാർജ് ആണ്, മാസ് വളരെ കുറവാണ്, ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? അതെ, ഇത് കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത കണം ഏതാണ്? പ്രോട്ടോൺ. പ്രോട്ടോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജ് എന്താണ്?
യെസ്, പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഏത്? പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇതിന്റെ മാസിനെ കുറിച്ചാണ്. ഇതിന്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് നമ്മുടെ പ്രോട്ടോണിന്റെ മാസ്. അപ്പൊ പ്രോട്ടോണിന്റെ മാസ് നമ്മൾ പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് എന്തിന്റെ മാസ്? നമ്മുടെ പ്രോട്ടോണിന്റെ മാസ്. ഇനി നമുക്ക് അറിയേണ്ടത് പ്രോട്ടോൺ കാണപ്പെടുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും പ്രോട്ടോൺ കാണപ്പെടുന്നത്? യെസ്, പ്രോട്ടോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് അകത്തായിട്ടാണ്. ന്യൂക്ലിയസിന് ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? പ്രോട്ടോൺ എന്ന കണം കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് പറയാം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് എന്തിന്റെ മാസും? പ്രോട്ടോണിന്റെ മാസും. കാണപ്പെടുന്നത് എവിടെയാണ്? ആറ്റത്തിന് ഉള്ളിൽ, ന്യൂക്ലിയസിന് ഉള്ളിൽ. അപ്പൊ ന്യൂക്ലിയസിന് അകത്തായിട്ടാണ് ആരുടെ സാന്നിധ്യം? നമ്മുടെ പ്രോട്ടോണിന്റെ സാന്നിധ്യം. ന്യൂക്ലിയസിന് അകത്ത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണത്തിലേക്ക് പോകാം. ഏതാണ് അടുത്ത കണം? പ്രോട്ടോണായി, ഇലക്ട്രോണായി. അടുത്തത് ഏതാണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ന്യൂട്രോണിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണോ? അല്ല. പ്രോട്ടോണിന് എന്തില്ല? ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? നമ്മുടെ ന്യൂട്രോൺ. ചാർജ് ഇല്ല. ഇനി ഇതിന്റെ മാസിനെ കുറിച്ച് പറ. എന്താണ് ന്യൂട്രോണിന്റെ മാസ്? യെസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യം. നമ്മുടെ പ്രോട്ടോണിന്റെ അതേപോലെ തന്നെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് എന്തിന്റെ മാസ്? ന്യൂട്രോണിന്റെ മാസ്. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യം. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് ആരുടെ മാസ്? നമ്മുടെ ന്യൂട്രോണിന്റെ മാസ്. ഓക്കെ, ഇനി ന്യൂട്രോൺ എവിടെയാ കാണപ്പെടുന്നത്? പ്രോട്ടോൺ എവിടെയാ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിനകത്ത്. ഇലക്ട്രോൺ എവിടെയാ കാണപ്പെടുന്നത്? ന്യൂക്ലിയസിന് പുറത്ത്. ന്യൂട്രോണും കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് അകത്താണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സാന്നിധ്യം എവിടെയാണ്? ന്യൂട്രോണിന്റെ സാന്നിധ്യം? യെസ്, നമ്മുടെ ന്യൂക്ലിയസിന് അകത്ത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇവയുടെ സവിശേഷതകൾ ഒന്നുകൂടെ പറയാം. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. മാസ് വളരെ കുറവാണ്. ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്നു. പ്രോട്ടോണോ പോസിറ്റീവ് ചാർജ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്. ന്യൂക്ലിയസിന് അകത്തായി കാണപ്പെടുന്നു. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഹൈഡ്രജൻ ആറ്റത്തിന്റെ തുല്യമാണ്. ന്യൂക്ലിയസിന് അകത്തായി കാണപ്പെടുന്നു. അപ്പൊ ചോദിക്കട്ടെ, ന്യൂക്ലിയസിന് അകത്ത് കാണപ്പെടുന്ന 2 കണങ്ങൾ ഏതൊക്കെയാണ്? യെസ്, പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിന് അകത്ത് കാണപ്പെടുന്ന കണം. ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന് പുറത്ത് കാണപ്പെടുന്ന കണമാണ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണ്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. ആറ്റത്തിൽ 3 കണങ്ങളുണ്ട്. ആ കണങ്ങളുടെ സവിശേഷതകളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇനി ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിന് ഡിഫറെന്റ് മോഡൽസ് നൽകിയത് ആരൊക്കെയാണ്, ഇതൊക്കെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.